പൃഥ്വിരാജാണ് ഇപ്പോഴത്തെ സംസാര വിഷയം. കാരണം എമ്പുരാൻ കഴിഞ്ഞു, അതിൻ്റെ സെൻസറിങ് കഴിഞ്ഞു, തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന ഡേറ്റുകളെല്ലാം ഫിക്സ് ചെയ്തു, എല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് ഇനി ഒരു ദേശാടനം പോലെ പൃഥ്വിരാജ് സ്ഥലം വിടാൻ പോകുമെന്നാണ് വാർത്ത. എവിടേക്ക്? അഭിനയിക്കാൻ. തൽക്കാലം ഇനി അഭിനയിക്കാൻ പോകുന്ന ഏതെല്ലാം ഭാഷകളിൽ? 4-5 ഭാഷകളിലുണ്ട്. ഏതെല്ലാം സിനിമകളാണ്, ആരൊക്കെയാണ് സംവിധായകർ, ഇതൊന്നും അധികം പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം മാത്രം മറ്റുള്ളവർക്ക് പറയാനൊരു അവസരം കൊടുത്തു. ഈ അഭിനയിക്കാൻ ഇപ്പോൾ പോകുന്നത് എമ്പുരാന് ശേഷം ഇറങ്ങാനിരിക്കുന്ന 3-ാം ഭാഗത്തിൻ്റെ ഡിസ്കഷനും മറ്റും സഹായം ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കും. മുരളി ഗോപി അവിടെ ചെന്നാൽ മതിയല്ലോ. അപ്പോൾ ഷൂട്ടിങ്ങിനിടയിൽ കിട്ടുന്ന ദിവസങ്ങൾ ഇവിടെ മലയാള സിനിമ പോലെ തുടർച്ചയായിട്ട് വേണ്ടല്ലോ. മറ്റു ഭാഷകളാവുമ്പോൾ എങ്ങനെയൊക്കെയാണ് അങ്ങനെ പുതിയ സിനിമകൾക്ക് വേണ്ടിയുള്ള ഡിസ്കഷനും മറ്റും ആയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരുടെ സിനിമയായിരിക്കും? കുറേ പ്രശസ്ത സംവിധായകരുടെ പേരൊക്കെ പറയുന്നുണ്ട്. ആ പറഞ്ഞ കൂട്ടത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ പൃഥ്വിരാജ് ഒരു ഫോട്ടോ ഇട്ടു. സുന്ദരനായ ഷേവൊക്കെ ചെയ്ത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ ഇട്ടു. ഈ ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ആദ്യം കമൻറ്റ് ചെയ്ത് സുപ്രിയ മകളാണ് ശരിക്കും വീട്ടിൽ. കാരണം അവർ മുമ്പേ തന്നെ പറയാറുണ്ട്, സിനിമയിൽ തിരക്ക് കൂടിപ്പോയി, ഞങ്ങൾ കാണാൻ കിട്ടുന്നില്ല, ഞങ്ങൾ ഫോട്ടോ വെച്ചാണ് ആരാധിക്കുന്നത് എന്നൊക്കെ രീതിയിൽ പരിഹസിക്കുന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങിയിട്ട്. ഇതുകൂടി കണ്ടപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് കാണണം, ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടി നടക്കരുത് എന്ന രീതിയിൽ അവരും സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ വേറെ ഒരു സ്ത്രീ എന്താ പറഞ്ഞേ, ഓ ഇത് AI ആണത്, അല്ലാണ്ട് ഒറിജിനൽ അല്ല എന്നൊക്കെ ആ രീതിയിൽ സംസാരിച്ചു. അപ്പം ചിലർ പറഞ്ഞു അതൊരു സ്ത്രീ ആയിരിക്കില്ലല്ലോ, ഇതൊരു പ്ലാൻ ചെയ്ത് ആരെയൊക്കെ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ തൻ്റെ മകനെ കുറ്റപ്പെടുത്തുന്ന പോലൊരു ഫീലിംഗ് തോന്നി പ്രശസ്ത നടിയും പൃഥ്വിരാജിൻ്റെ അമ്മയുമായ മല്ലിക സുകുമാരൻ നരയ്ക്കണം. അവർ പറഞ്ഞു, ആര് പറഞ്ഞു? അത് ഒറിജിനൽ തന്നെയാണ്. ഇതുവരെ പുറത്ത് വിടാത്തൊരു രഹസ്യം ഞങ്ങളിപ്പോൾ പുറത്ത് വിടുകയാണത്. ചിലപ്പോൾ ഇത് അറിഞ്ഞാൽ എൻ്റെ മകൻ എന്നെ വഴക്ക് പറയുമായിരിക്കും. പക്ഷേ അവൻ്റെ അമ്മ എന്ന നിലയ്ക്ക് എനിക്കിത് പുറത്തു വിടാതിരിക്കാൻ പറ്റില്ല. രാജമൗലി എന്ന പ്രശസ്ത സംവിധായകൻ്റെ ഏറ്റവും പുതിയ സിനിമയിൽ അഭിനയിക്കാനാണ് എൻ്റെ മകൻ ഇപ്പോൾ പോകുന്നത്. ആ സിനിമയിലെ വേഷമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. എന്തി പറയും, രാജമൗലിയുടെ പടത്തിലോ? രാജമൗലി എല്ലാവരും പറഞ്ഞ രാജമൗലിയുടെ പടത്തിൽ നായകനോ വില്ലനോ? ആ ചോദ്യം വന്നു. വില്ലനായാലെന്ത്, നായകനായാലെന്ത്, സഹനടനായാലെന്ത്? സംവിധായകൻ രാജമൗലിയല്ലേ? ബാഹുബലി കൊണ്ടുവന്ന ആളല്ലേ? ഈച്ച കൊണ്ടുവന്ന ആളല്ലേ? RRR കൊണ്ടുവന്ന ആളല്ലേ? അങ്ങനെ എത്രയോ നല്ല സിനിമകൾ കൊണ്ടുവന്ന ആളല്ലേ? ആ വലിയ സംവിധായകൻ്റെ സിനിമയിൽ ഏത് റോള് കിട്ടിയാലെന്താ? എന്തായാലും പൃഥ്വിരാജ് കലക്കും. പറഞ്ഞ സത്യം തന്നെയാണോ? മല്ലിക പറഞ്ഞു, അതെ, 100% സത്യം. ഇത് രാജമൗലിയുടെ പടത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന്. അപ്പം ഇത് അറിഞ്ഞ പൃഥ്വിരാജ് വല്ല ആവശ്യമുണ്ടായിരുന്നു അമ്മ ഇപ്പോൾ പറയേണ്ടത്? ഞാനത് രഹസ്യമാക്കി വെച്ചിരുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു. അല്ല, മറ്റേ സ്ത്രീ AI, അങ്ങനെ AI എന്ന് പറയുന്ന ഒരു പരിഹാസ സ്വരം പോലെ എനിക്ക് തോന്നി. ഞാനവൻ്റെ അമ്മയല്ലേ, അവൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഫീൽഡ് പിടിച്ചടക്കിയിട്ടുള്ളത്, അല്ലാണ്ട് വെറുതെ വന്നിട്ടുള്ളതല്ല, അങ്ങനെ പരിഹസിക്കാനുള്ളതല്ല. അതുകൊണ്ട് സത്യം എനിക്കറിയാം, ഞാനത് പുറത്തു വിടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. പൃഥ്വിരാജിനെ സംബന്ധിച്ച് ഇപ്പം എതിരാളിയില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോളാണോ, ക്രിക്കറ്റാണോ, സിനിമയാണോ, എന്ത് വേണമായാലും ശക്തനായ എതിരാളി ഇല്ലാതെയാണ് പൃഥ്വിരാജ് പത്തിലിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കണം. ഇപ്പോൾ നമുക്കറിയാം, മുമ്പ് ഈ പൃഥ്വിരാജ് കുമാറിൻ്റെ ഒരു തെലുങ്ക് സിനിമ അഭിനയിച്ചിട്ടാണ് ശരിക്കുന്നത്, സലാർ എന്ന് പറഞ്ഞിട്ട്. ഈ സലാർ സിനിമ കണ്ടപ്പോൾ സത്യത്തിൽ പലരും വിചാരിച്ചത് ഹിന്ദി സിനിമയായിരിക്കുന്ന വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ തെലുങ്കിൽ സലാറിൽ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ തെലുങ്ക് എന്ന് പറയുമ്പോൾ പൃഥ്വിരാജ് മാത്രമുള്ള, ഫഹദ് ഫാസിൽ, ഷൈൻ ചെയ്തിട്ടില്ലേ, എല്ലാവരും ഉണ്ട്, കുഴപ്പമില്ല, ആരും മോശക്കാരായിട്ട് കാണുമല്ല. പക്ഷേ പൃഥ്വിരാജിൻ്റെ ഗ്രാഫ് നമ്മളെടുത്ത് നോക്കുന്നു. അഭിനയിക്കാൻ വന്നു, നിർമ്മാണം ചെയ്തു, സിനിമ നിർമ്മിച്ചില്ലേ, തിരക്കഥ എഴുതാൻ ശ്രമിച്ചില്ലേ,
സംവിധാനം ചെയ്തില്ലേ, സൂപ്പർ ഹിറ്റാക്കിയില്ലേ, അതിൽ തുടർച്ച വന്നില്ലേ, അതിനിടയിൽ മറ്റൊരു സിനിമ വന്നില്ലേ. ഇങ്ങനെ നിരവധി സിനിമകളുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, ഇതെല്ലാം അല്ലേ. ഇപ്പോൾ ഇതാ പുതിയ വാർത്ത കേൾക്കുന്നില്ലേ, ഹിന്ദിയിൽ സിനിമ ചെയ്യാൻ പോകുന്നു. ആരൊക്കെയാ? അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഹിന്ദിയിൽ ഏറ്റവും പോസ്റ്റ് സെൻട്രൽ ഒരു 7 നിലയുള്ള വീട് വിലയ്ക്ക് വാങ്ങിയതെന്ന് കേട്ടിരിക്കുന്നു അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ കാണുക മാത്രമല്ല, ആ സ്വപ്നങ്ങളെ കീഴടക്കിക്കൊണ്ട് എല്ലാം തൻ്റെ വരുതിയിൽ വരുത്തുക എന്ന രീതിയാണ് പൃഥ്വിരാജ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ കൊണ്ടൊന്നും ആയില്ല. നമ്മളീ കാണുന്ന ഈ മാസാവസാനം എമ്പുരാനൊന്ന് റിലീസ് ചെയ്യട്ടെ. അപ്പോൾ അതിനുശേഷം ഈ പൃഥ്വിരാജ് എവിടെ നിൽക്കുന്നു നമുക്കറിയാൻ പറ്റും. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ 3ാം ഭാഗം പുറത്തു വിടുക. നമുക്കിപ്പോൾ ആഗ്രഹിക്കുന്നത് രാജമൗലിയുടെ പടമാണെങ്കിൽ നമ്മളിപ്പോഴേ തയ്യാറെടുത്തിരിക്കും. നമ്മളെന്ന് പറഞ്ഞാൽ ഞാനല്ല, ഇവിടുത്തെ പ്രേക്ഷകർ, ആരാധകർ, സിനിമാ പ്രേമികൾ, ഏത് ഭാഷയായാലും സിനിമയെ സ്നേഹിക്കുന്നവർ, അവരൊക്കെ തയ്യാറെടുത്ത് കഴിഞ്ഞു. കാരണം രാജമൗലിയെ മലയാള സിനിമ ഏറെ സ്നേഹിച്ച അവരുണ്ട് ഇവിടെ, ഏറെ പ്രിയപ്പെട്ടവരാണെന്ന് ആലോചിക്കണം. അപ്പോൾ മോശമല്ലാത്ത റോള് തന്നെയായിരിക്കും പൃഥ്വിരാജിന് കൊടുക്കുക എന്നുള്ള വിശ്വാസമുണ്ട്. ഏത് തരത്തിലുള്ള റോളായിരിക്കും, ഈ എടുക്കുന്ന സിനിമ ഏത് തരം സിനിമയായിരിക്കും? ചരിത്ര സിനിമയായിരിക്കുമോ, ബാഹുബലി ടൈപ്പുള്ള സിനിമയായിരിക്കുമോ, ഈച്ച പോലുള്ള സിനിമയായിരിക്കുമോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈച്ച പോലുള്ള സിനിമ എങ്ങനെയാണത്? ഈച്ച സിനിമയിലത്തെ നായകൻ ഈച്ചയല്ലേ എന്ന് ചോദിക്കും ഇല്ലേ. അതിലെ ഈച്ച നായകനായിക്കോട്ടെ, പക്ഷെ വില്ലന്മാരുണ്ടല്ലേ ഇത്. അപ്പോൾ കഴിവുള്ളവൻ്റെ കയ്യിൽ ചെറുത് മതി. ആ ചെറുത് വെച്ചുകൊണ്ട് തന്നെ അവർ വലിയവരാവുമെന്ന് ആലോചിക്കണം. ഇപ്പം എന്താ, പൃഥ്വിരാജിനെ പരിഹസിച്ചവരൊക്കെ കൂടും മുടക്കിയും മടക്കിക്കൊണ്ട് പൃഥ്വിരാജിൻ്റെ ഒരു ഡേറ്റിന് വേണ്ടി നടക്കുന്നു. അഭിനയം മാത്രമല്ല, സംവിധാനം കൂടി വേണമെന്ന രീതിയിൽ. പക്ഷെ പെട്ടെന്നൊന്നും ആൻ്റണി പെരുമ്പാവൂരും മോഹൻലാലും പൃഥ്വിരാജിനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കും തോന്നുന്നില്ല. കാരണം അവരിങ്ങനെ 1, 2, 3 ഭാഗങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. 1, 2, 3 ഭാഗം എടുക്കുമ്പോൾ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ തന്നെ റോഡാടി എന്നുള്ള സിനിമ അവർ ചെയ്തിട്ട് ആലോചിക്കണം. ഇങ്ങനെ അവർ പൃഥ്വിരാജിനെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അപ്പോൾ തൽക്കാലം പൃഥ്വിരാജിൻ്റെ സംവിധാന ഡേറ്റ് വേറെ ആൾക്കും കിട്ടില്ല. അഭിനയിക്കുന്ന ഡേറ്റ് വേണമെങ്കിൽ ഇപ്പോഴേ ചോദിക്കാം. അപ്പോൾ നമുക്കിനി രാജമൗലിയുടെ സിനിമയിലേക്ക് പോകാം. അവിടെ ഇരുന്നു കൊണ്ട് എമ്പുരാന് ശേഷം ഇറങ്ങുന്ന 3ാം ഭാഗം മലയാള സിനിമയുടെ ഭാഗത്തിൻ്റെ ഡിസ്കഷനും എല്ലാം നടക്കട്ടെ. എല്ലാം ഗംഭീരമാവട്ടെ. വിജയാശംസകൾ.